ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും. നമ്മുടെ ശിരുവാണി വരെ, ശിരുവാണി അവിടെ നാടുകാണി കൊണ്ടൊരു സ്ഥലമുണ്ട്, അതുവരെ ഈ ഇവരുടെ ഈ തമ്പാമാരുടെയും ആ സ്ഥലം എനിക്ക് തോന്നുന്നത് നിലമ്പൂർ വൈരസേരയാണ്. ഇവിടെ കുറച്ച് പള്ളിക്കുറുപ്പ് ദേവസ്വമുണ്ട്, ഈ കൂറ്റമ്പാടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പള്ളിക്കുറുപ്പ് ദേവസ്വം. ഇവിടെ കുറച്ച് മറ്റേ ലാപ്പറ്റ ദേവസ്വം, അങ്ങനെ 3-4 ദേവസ്വങ്ങളാണെന്ന് മൊത്തം സ്ഥലം. ഡാം വന്നപ്പോൾ ഒരുപാട് പേർക്ക് സ്ഥലം പോയി. നല്ല പൈസ. അതിന്റെ ഉള്ളിലായിരുന്നു ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പത്തായക്കല്ല് അതിന്റെ ഉള്ളിലായിരുന്നു ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലം റോഡ് സൈഡിലുള്ള അമ്പലം അതങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു കൊടുത്തു. പിന്നെ അതിനുള്ളിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, അതും കൂടെ മാറ്റി. ഒരു പലചരക്കട ഉണ്ടായിരുന്നു, ഒരാളുടെ ഒരു പരമേശ്വരനായ ഒരാളുടെ. അത് മാത്രമല്ല ആ നല്ല കൾട്ടിവേറ്റഡ് ഏരിയയാണ് അത്. കാരണം ആ മലകളിൽ നിന്ന് വരുന്ന എല്ലാം നല്ല പിന്നെ വെള്ളം പിന്നെ വളം ഒക്കെ തന്നെ വന്നിരുന്ന കാലഘട്ടമാണ്. കാരണം ഈ വേനൽക്കാലങ്ങളിൽ ഇത് പിന്നെ കത്തുമല്ലേ, ഈ വൻകാടുകളൊക്കെ കത്തും, ആരും ഫോറസ്റ്റ് ഒന്നും ഇല്ലാത്ത കാലങ്ങൾ. അത് കത്തി മുഴുവൻ വരുന്നത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. ആ മണ്ണിൻ്റെ കൂടെ വലിയ അവർ കുറേ പുറത്ത് പോയി ആൾക്കാർ പൈസ ഒക്കെ വാങ്ങിച്ചിട്ട്. പിന്നെ കുറേ ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ ഈ ഇവിടുന്ന് പാലക്കയത്ത് നിന്ന് ഇറങ്ങുന്ന മാതിരി. അതെ. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ തച്ചമ്പാറ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഒന്നുകൂടി ഇതായിട്ടേ നാനാ ജാതി മതസ്ഥര് ഒരുമയോടെ കഴിയുന്ന സ്ഥലമാണ്. അത്രയേറെ പിന്നെ സൗഹൃദമുള്ള ഒരു സ്ഥലം ഈ കേരളത്തിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മള് ഏത് കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഒരു ഹർത്താൽ വന്നാലും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മള് ഒരുമിച്ച് ഒരു ജനങ്ങളെ ഒരേപോലെ ഉണ്ടാവാറില്ല. അത് തന്നെയാണ് നമ്മളുടെ പ്രത്യേകത. അതെ, എല്ലാവരുമായിട്ടും. ഇപ്പം ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് 14 ഉണ്ടായിരുന്നു, 10 കൊല്ലം പഞ്ചായത്തിലും മെമ്പറായിരുന്നു. അപ്പോൾ ഒക്കെ എല്ലാവരും കാരണം എല്ലാവരുമായിട്ട് ഇടപെട്ടല്ല, എല്ലാവരും നല്ല സാധനം. അതിൽ ജാതി മത ഭേദമൊന്നും ഇല്ല. ഒക്കെ ഒറ്റ ഇപ്പോൾ ഒക്കെ ഇങ്ങനെ ഈ പുതിയ ജനറേഷനിൽ വരുന്ന മാറ്റങ്ങൾക്ക് കുറച്ച് തകരാറുണ്ട്. അതെ, പക്ഷെ എങ്കിൽ പോലും എല്ലാവരും ഏക മനസ്സായി. അതൊരു പ്രത്യേകതയാണ് നമ്മുടെ ഈ തച്ചമ്പാറ പഞ്ചായത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 10 വർഷം. ആ സമയത്ത് ഭരണസമിതി ഞങ്ങളുടെ ഓപ്പോസിറ്റായിരുന്നു. തച്ചമ്പാറ പഞ്ചായത്തിലും അതേപോലെ നമ്മളുടെ സർവീസ് സഹകരണ ബാങ്കില് 26 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാരായിട്ടുള്ള ഇടപാടുകളൊക്കെ ഉണ്ടാവും അല്ലേ? അതുണ്ടാവും. എനിക്കിപ്പോൾ തച്ചമ്പാറ പഞ്ചായത്തിൽ ഇപ്പോൾ 15 വാർഡാണ്. 15 വാർഡിലും നമുക്ക് അറിയാത്തവരാരുമില്ല. അത്ര മാത്രമേ. കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സവിശേഷത ഉള്ള ബാങ്കാണ്. എന്താ കാരണം വെച്ചാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഇത്രയേറെ ഗുണം ചെയ്യുന്ന ഒരു സ്ഥാപനം. അതായത് മറ്റുള്ള ബാങ്കുകളിൽ നിന്നും വിഭിന്നമായിട്ട്. പക്ഷെ അവിടെയൊക്കെ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആരും പോകില്ല. അതേസമയത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഞങ്ങളോടൊക്കെ ചോദിച്ച് കല്യാണം കുറച്ച് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് വീടുകളിൽ. അപ്പോൾ അത്രയും ഫ്രീ ആയിട്ട് അവർ ട്രീറ്റ് ചെയ്തിരുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വളർച്ച ക്രമാതീതമായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയത്. ആദ്യം എനിക്ക് തോന്നുന്നു തച്ചമ്പാറയായിരുന്നു അല്ലേ സൊസൈറ്റിൻ്റെ. അതിന് ശേഷം ആദ്യം നമ്മുടെ പിന്നെ മുതൂർശി റോഡില്ലേ, അതിൻ്റെ അവിടെ നമ്മുടെ മനസ്സിലായി അതായിരുന്നു. ഇപ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഇവിടെ പോൾമാഷ മാരക്കാട്ട് ബിൽഡിങ്ങില്ലേ അതിലേക്ക് കൊടുന്നു. അതിനുശേഷം 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സ്വന്തമായി സ്ഥലം വാങ്ങി അവിടെ വെച്ചു. ഇപ്പോൾ സൊസൈറ്റി സർവീസ് സഹകരണ ബാങ്കായി. അതെ, ഇപ്പോൾ ഏകദേശം 150-160 കോടി ഇവിടെ ആസ്തിയായി. മാത്രമല്ല പിന്നെ ഒരാൾ പോലും അവിടെ വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുകയില്ല. അപ്പോൾ ന്യായമായ ആവശ്യം നടത്തിക്കൊടുക്കും. ഇതിന്റെ സായാഹ്ന ബ്രാഞ്ച് ഉണ്ടല്ലോ പൊന്നങ്കോട്. സായാഹ്ന ബ്രാഞ്ച് അല്ല, അത് സാധാരണമായിരുന്നു ആണല്ലേ. സായാഹ്ന ബ്രാഞ്ച് അല്ല ആദ്യം അങ്ങനെ സായാഹ്ന ബ്രാഞ്ച് ആക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. അത് അവിടെയല്ല, നമ്മുടെ ഹെഡ് ഓഫീസിൽ തന്നെ അങ്ങനെയാ പറഞ്ഞിരുന്നത്.
ഏതായാലും ബ്രാഞ്ച് നല്ല ഒരുപാട് പേർക്ക് നല്ല അല്ലെ, ഒരുപാട് അത്യാവശ്യം ഈ പറയുന്ന പോലെ സാധാരണക്കാരന് ഏറ്റവും അത്യാവശ്യം ഓടി വന്നു അവരാണ് ആ ബാങ്ക്. അതെ, ആ ബാങ്ക് ഈ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ മെമ്പർമാരുടെയാണ്, അല്ലാതെ മറ്റിപ്പോ ഈ പിന്നെ അതെ വലിയ വലിയ ആൾക്കാരുടെ ഒക്കെ ഉണ്ട്, അദാനി അംബാനി ആ വക ആൾക്കാർ. സാധാരണക്കാരുടെ ബാങ്കാണ് ശരിക്കും. അത് ഇപ്പോൾ ഏകദേശം 3 ബ്രാഞ്ചുണ്ട്. 3 ബ്രാഞ്ചുണ്ട്. മുതൂർശി, തച്ചമ്പാറ, മുതൂർശി, പൊന്നങ്കോട്, പാലക്കയം. കനലെറിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവല് പോലെ എരിയും സൂര്യൻ.